ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ കീ, നമ്മുടെ പവർ ഓൺ കീ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലാപ്ടോപ്പ് ഓൺ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ലാപ്പിന് ഇപ്പോൾ കീ വർക്കിംഗ് അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു 1 ഇയറായിട്ട് ഇപ്പോൾ കീ വർക്കിംഗ് അല്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രിക്കാണ്. ചിലവർക്ക് അറിയാമായിരിക്കും, അപ്പോൾ അറിയാൻ മേലാത്തവർക്കായിട്ടാണ്. പിന്നെ എൻ്റെ ഡിവൈസ് ലെനോവയാണ്. എൻ്റെ ഈ ഡിവൈസിന് മാത്രമാണ് ഇത് ഉള്ളതെന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഈ ട്രിക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് പ്രയോജനമാകട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഡിവൈസ് ലെനോവോ A145 ആണ്. അപ്പോൾ ഈ ലാപ്പിനെ ഇത്ര നാൾ എങ്ങനെയാണ് ഈ പവർ ബട്ടൺ ഇല്ലാണ്ട് ഓണാക്കി യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇത് കണ്ടോ, എൻ്റെ പവർ ബട്ടൺ കണ്ടല്ലോ, ഇത് പോയി. ഇത് ഞാൻ പറിച്ചില്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ ഹോൾ പ്രസ് ആയിട്ട് നമ്മൾ ലാപ്പ് ഓൺ ചെയ്ത് ഡിസ്പ്ലേ ഒക്കെ വന്നു കഴിഞ്ഞ് തന്നെ ഷട്ട് ഡൗൺ ആയി പോകണം, പ്രസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കി പറിച്ചെടുത്തപ്പോൾ അതിന് ലോക്ക് പൊട്ടിപ്പോയി, ഇനി വെക്കാണ്ടായി. ഇപ്പോൾ അത് സംഭവം ലോക്ക് പോയപ്പോൾ പിന്നെ വെക്കാണ്ടായി. ഇപ്പോൾ കീ വെക്കൊന്നുമില്ല, പിന്നെ അത് വർക്കിംഗ് ചെയ്യണില്ല എന്ന് നോക്കി. അങ്ങനെയാണ് ഇങ്ങനെ ഈ സമ്മേളനം എനിക്ക് കിട്ടിയത്. പിന്നെ അതുകൂടാതെ വിൻഡോസും ഇങ്ങനെ പ്രസ്സായിരുന്നിട്ട് ക്ലീനാക്കാൻ വേണ്ടി ഊരിയപ്പോൾ ലോക്ക് ഒടിഞ്ഞ് പിന്നെ വെക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്പിൻ്റെ കീസിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ എങ്ങനെ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഡിവൈസ് ലെനോവയാണ്, സിസ്റ്റം ലെനോവയാണ്. അപ്പോൾ ഈ സേഫ്റ്റി പിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഓണാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഓണാക്കണം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ഹോളുണ്ട്. ഇവിടെ കാണാൻ പറ്റുള്ളൂ, സാധനമില്ല. ആ ഹോള് കണ്ട, സ്ക്രാച്ച് ഉണ്ട് ഇട്ടിരിക്കണ ഈ ഹോളിലേക്ക് ഈ സേഫ്റ്റി പിൻ വെക്കണം. അപ്പോൾ ഈ ലൈറ്റിങ്ങിന് ഓണായി വരും, എന്നിട്ട് നേരെ ഡിസ്പ്ലേ ഓണാവും. അപ്പോൾ ഇതിങ്ങനെ നോ ബട്ടൺ മെനു എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ സ്റ്റാർട്ടപ്പ് എൻ്റർ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ സിസ്റ്റം ഓണായിട്ട് വരും. സിസ്റ്റം ഓണായിട്ടുണ്ട്. സിസ്റ്റം ഓണായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലാപ്പ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ കംപ്ലൈൻ്റ് സിസ്റ്റം എങ്ങനെ ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ, എൻ്റെ സിസ്റ്റം ഓൺ ചെയ്യാൻ വേറെ എന്തെങ്കിലും സിസ്റ്റത്തിന് ഇങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ സിസ്റ്റം ഞാൻ ഇങ്ങനെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ വല്ലവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വല്ലവർക്കും ഉണ്ടെങ്കിൽ ഈ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല കണ്ടൻറ്റൊക്കെ നല്ലതും വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.